അടിപതറുന്ന അന്തകൻ. CPM-ന്റെ കേരളത്തിലെ പരമോന്നത പരമാധികാരിയും മുണ്ടുടുത്ത കിം ജോങ് ഉൻ എന്നറിയപ്പെടുന്ന നേതാവുമായ പിണറായിയുടെ അടിപതറുന്നു. ഞാനാണ് പാർട്ടി, കമ്മ്യൂണിസമല്ല ഇനി പിണറായിസമാണ് ഇവിടെ എന്ന് പ്രഖ്യാപിച്ച് 8 കൊല്ലം പൂന്തുവിളയാടിയ ഏകാധിപതിയുടെ അടിവേരിളക്കി തുടങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമ്മേളനത്തിൽ സാക്ഷ്യം വഹിച്ചത്. വലിയ വെട്ടിനിരത്തലുകൾ നടത്തി 7-8 കൊല്ലം മുന്നേറിയെങ്കിലും ഗതികെട്ട ജനങ്ങൾ കൊടുത്തു നട്ടലിനൊരെണ്ണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. CPM-ന് ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഇന്ന് ഈ ഗതികേട് ഉണ്ടാകില്ലായിരുന്നു. ചോരയും നീരും കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചൂടും ചൂരും നൽകിയ തൊഴിലാളി വർഗം പോലും കമ്മ്യൂണിസം പിണറായിസത്തിലേക്ക് വഴുതിമാറുന്നത് കണ്ട് അലമുറയിട്ടു. അതുവരെ ആരോ വലിച്ചു കളഞ്ഞ ദിനേശ് പീടിയും വലിച്ച് പൊരിയും പിടിച്ച് ബക്കറ്റ് പിരിവുമായി നടന്നവന്മാർ ഭരണം കിട്ടിയ ആർഭാടത്തിൽ മതിമറന്ന് തൊഴിലാളികളെ വലിപ്പിക്കുവാൻ കമ്മ്യൂണിസവും ജീവിക്കുവാൻ പിണറായിസവുമാണ് നല്ലതെന്ന് തിരിച്ചറിഞ്ഞു. അണികൾക്ക് ബക്കറ്റും തങ്ങൾക്ക് അദാനിമാരും എന്നതായി പിന്നെ പാർട്ടി പ്രത്യയശാസ്ത്രം. അങ്ങനെ ഏകാധിപതികൾക്ക് ചരിത്രം സമ്മാനിക്കുന്ന ആ പാരിതോഷികം ഇത്തവണ മുണ്ടുടുത്ത കിമ്മിനും കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു നൽകി. ആശാന്റെ അടിപതറിയെന്നറിഞ്ഞ് അണികൾ പതുക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. വരാനിരിക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റിൻ്റെ ഒരു ആരംഭം മാത്രമായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റിയിലെ ആദ്യ ദിനത്തിൽ ഉയർന്ന എതിർസ്വരം. ഭരണദൗർബല്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പൊതുവെ ഉയർന്ന അഭിപ്രായം. പിണറായിസം പാർട്ടിയിൽ നിന്ന് ജനങ്ങളെ അകറ്റിയെന്ന വിമർശനവും ഉണ്ടായി. നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയതായും ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന വികാരമുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഗോവിന്ദൻ പോലും ഇപ്രകാരം പറയണമെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് പിണറായിയുടെ പെരുമാറ്റശൈലിക്കെതിരെയും കടുത്ത ആക്ഷേപം ഉണ്ടായത്. പാർട്ടിക്ക് കരുത്തായിരുന്ന ഈഴവ വിഭാഗങ്ങളുടെ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നഷ്ടമായെന്നും ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ ആമുഖമായി സംസാരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും നിരാശാജനകമായി തോൽവിയിൽ ഭരണപരമായ പോരായ്മകളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയത് പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തെ എതിരാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. കേന്ദ്രം അർഹമായ ആനുകൂല്യങ്ങൾ തരാത്തത് മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്ന് സമർത്ഥിക്കുവാൻ ശ്രമിച്ചു എങ്കിലും ജനങ്ങളത് മുഖവിലക്കെടുത്തില്ല. ഇതിനായി സംഘടിപ്പിച്ച നവചോരള സദസ്സ്, ചോരളിയം ഉൾപ്പെടെയുള്ള പരിപാടികളും നവകോരള തീവട്ടി സദസ്സും ഫലം കണ്ടില്ലെന്നും വിമർശനം ഉയർന്നു. കാരവാനിയിൽ കക്കൂസും ഫിറ്റ് ചെയ്ത് മന്ത്രിമാർ ഒന്നടങ്കം നാട് ചുറ്റുകയും ഇതിൽ പ്രതിഷേധിച്ച ജനങ്ങളെ തല്ലിച്ചതച്ച് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ച പരട്ടച്ചങ്കൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ രക്ഷാപ്രവർത്തനം. അതിൻ്റെ പരിണിതഫലങ്ങളെക്കുറിച്ചും ഉണ്ടായ കേടുപാടുകളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഇന്നും നാളെയും തുടരും. പക്ഷേ വല്ലതും നടക്കുമോ എന്നറിയില്ല. പാർട്ടി നേതൃത്വം പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയരുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ സീറ്റിൽ മാത്രമാണ് CPM-ന് വിജയിക്കുവാനായത്. അതും രമ്യ ഹരിദാസ് എതിർപക്ഷത്ത് വന്നതുകൊണ്ട് മാത്രം. എല്ലാ മണ്ഡലങ്ങളിലും CPM വോട്ടുകളിൽ വൻ കുറവ് രേഖപ്പെടുത്തുകയുണ്ടായി. പലയിടത്തും BJP 2ാം സ്ഥാനത്ത് വന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തോൽവിക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് കാര്യമായ അവലോകനം നടത്തി തിരുത്തൽ നടപടികളിലേക്ക് പോകണമെന്നാണ് അണികളുടെ ആവശ്യം. പക്ഷേ മുണ്ടുടുത്ത കിം അതിന് സമ്മതിക്കുമോ? ഇത് ആവശ്യപ്പെട്ടവരുടെ അവസ്ഥ ഇനി എന്താകും എന്നതാണ് കണ്ടറിയേണ്ടുന്നത്. എന്തായാലും ഇനി ഒരു പിണറായിസ്റ്റ് മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് അത് ആളിക്കത്തും അണയുന്നതിന് മുമ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.